ഈ ഓണക്കാലത്ത് വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ആശ്വാസമായി വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞു. കരിഞ്ചന്ത ലോബി ഓണം ലക്ഷ്യമിട്ട് നടത്തിയ തട്ടിപ്പുകളാണ് സർക്കാരിന്റെയും വൻകിട കമ്പനികളുടെയും ഇടപെടലുകളിലൂടെ പൊളിഞ്ഞത്. ഓണം അടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വില വർദ്ധിപ്പിക്കാനായി വൻതോതിൽ കൊപ്ര വാങ്ങി സൂക്ഷിച്ചിരുന്ന മൊത്ത വ്യാപാരികൾക്ക് ഇപ്പോൾ തിരിച്ചടിയേറ്റു. സാധാരണയായി ഓണം പോലുള്ള ആഘോഷവേളകളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യകത കൂടും. ഇത് മുതലെടുത്ത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മൊത്ത വ്യാപാരികൾ കർഷകരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര വാങ്ങി പൂഴ്ത്തിവെക്കാറുണ്ട്. ഓണം അടുക്കുമ്പോൾ ഈ കൊപ്ര ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് ഉയർന്ന വിലയ്ക്ക് വിൽക്കുക എന്നതാണ് ഇവരുടെ രീതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിലോഗ്രാമിന് 500 രൂപ വരെ വെളിച്ചെണ്ണയ്ക്ക് വിലയുണ്ടായിരുന്നു. ഈ വില വീണ്ടും വർദ്ധിപ്പിക്കാനായി വൻതോതിൽ കൊപ്ര ശേഖരിച്ചിരുന്നുവെങ്കിലും ഇത്തവണ കളി മാറി. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വൻകിട വെളിച്ചെണ്ണ കമ്പനികൾ നേരിട്ട് കർഷകരിൽ നിന്നും കൊപ്രയും തേങ്ങയും വാങ്ങാൻ തുടങ്ങി. ഇത് മൊത്ത വ്യാപാരികളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിച്ചു. കർഷകർക്ക് മികച്ച വില ലഭിച്ചപ്പോൾ മൊത്ത വ്യാപാരികൾ പൂഴ്ത്തിവെച്ച കൊപ്ര കെട്ടുകിടന്നു. ഇതോടെ ലാഭനഷ്ടം കണക്കിലെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര വിൽക്കാൻ മൊത്ത വ്യാപാരികൾ നിർബന്ധിതരായി. ഇതാണ് കൊപ്രയുടെ വില കുറയാൻ കാരണമായത്. കിലോഗ്രാമിന് 270 മുതൽ 280 രൂപയുണ്ടായിരുന്ന കൊപ്രയുടെ വില 215 മുതൽ 220 രൂപയായി കുറഞ്ഞു. ഇതിനു പുറമെ സംസ്ഥാന സർക്കാരും ശക്തമായ നടപടികളുമായി രംഗത്തെത്തി. ഓണത്തിന് സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് പൊതുവിപണിയിലെ വില കുറയ്ക്കാൻ സഹായിച്ചു. ലിറ്ററിന് 349 രൂപയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി 40 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിക്കുക. കൂടാതെ സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണയും പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്നുള്ള മെച്ചപ്പെട്ട തേങ്ങ വിളവും കേരളത്തിലെ വിപണിയിൽ കൂടുതൽ തേങ്ങ എത്താൻ കാരണമായി. ഈ ഘടകങ്ങളെല്ലാം ചേർന്നപ്പോൾ കരിഞ്ചന്തക്കാരുടെ എല്ലാ തന്ത്രങ്ങളും പാളി. സാധാരണക്കാർക്ക് വിലക്കയറ്റത്തിന്റെ ഭാരമില്ലാതെ ഓണം ആഘോഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു.